ആറുവരിപ്പാതയിൽ വാഹനം ഓടിക്കേണ്ടത് എങ്ങനെ? ലൈൻ ട്രാഫിക് കൃത്യമായി പാലിച്ചാണോ നിങ്ങൾ വാഹനം ഓടിക്കാറ്? ഇനി അലക്ഷ്യമായി വാഹനം ഓടിക്കാൻ പാടില്ല. ഒരാളുടെ അശ്രദ്ധ കൊണ്ട് ഒരു കുടുംബം തന്നെ ഇല്ലാതാകും. ലൈൻ ട്രാഫിക് കൃത്യമായി പാലിച്ച് വണ്ടി ഓടിക്കുക. NH-66 പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു കഴിഞ്ഞു. അതിനാൽ തന്നെ ആറുവരിപ്പാതയിലൂടെയുള്ള ലൈൻ ട്രാഫിക്കിന് പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. നിയമങ്ങൾ ഒന്നും പാലിക്കാതെ അപകടപരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. അപകട മരണത്തിൽ 50% നടക്കുന്നത് ശരിയായ ലൈൻ ട്രാഫിക് പാലിക്കാത്തതിനാലാണ്. കൂടാതെ മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നതും പതിവാണ്. ഇക്കാര്യത്തിൽ വലിയൊരു ബോധവൽക്കരണം അത്യാവശ്യമാണ്. എന്നാൽ ലൈൻ ട്രാഫിക് ഒക്കെ പാലിച്ച് ആറുവരിപ്പാതയിൽ എങ്ങനെ വണ്ടി ഓടിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. 1, 2, 3 എന്ന് ഒരേ ദിശയിൽ 3 ലൈനുകളാണുള്ളത്. അങ്ങനെ 2 ദിശയിലുമായി ആകെ 6 ലൈനുകൾ. ഒന്നാമത്തെ ലൈൻ, അതായത് ഏറ്റവും ഇടതുവശമുള്ള ലൈൻ, ഭാരവാഹനങ്ങൾക്കും വേഗത കുറഞ്ഞ മറ്റ് വാഹനങ്ങൾക്കും ഉള്ളതാണ്. അതായത് ചരക്ക് ലോറികൾ, ട്രക്ക്, ഓട്ടോ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവയെല്ലാം ഈ ലൈനാണ് ഉപയോഗിക്കേണ്ടത്. മധ്യപാതയിലുള്ള ലൈൻ വേഗത്തിൽ പോകുന്ന വാഹനങ്ങൾക്കുള്ളതാണ്. അതായത് കാർ, ജീപ്പ്, മിനി വാൻ എന്നിവ. ഇടത്തെ ലൈനിലൂടെ പോകുന്ന വേഗത കുറഞ്ഞ വാഹനങ്ങൾക്ക് മുന്നിലുള്ള മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനും ഈ ലൈനിലേക്ക് കയറാം. പക്ഷെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇടത്തെ ലൈനിലേക്ക് മാറുകയും ചെയ്യണം. ഇനി മൂന്നാമത്തേത് നോക്കാം. രണ്ടാമത്തെ ലൈനിൽ വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ ഓവർടേക്കിന് മാത്രം ഉപയോഗിക്കേണ്ട ലൈനാണിത്. ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് വേഗത്തിൽ പോകാമെന്ന് കരുതി ദീർഘദൂരം ഈ ലൈനിൽ കയറി യാത്ര ചെയ്യരുത്. മുന്നിലുള്ള വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മധ്യ ലൈനിലേക്ക് തിരിച്ചു കയറണം. എന്നാൽ എമർജൻസി വാഹനങ്ങൾക്ക് ഈ ലൈൻ തടസ്സമില്ലാതെ ഉപയോഗിക്കാം. ഇരുചക്ര വാഹനങ്ങൾ ഒരിക്കലും സ്പീഡ് ട്രാക്കുകളിൽ യാത്ര ചെയ്യരുത്. എന്നാൽ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈനുകൾ മാറി ഓവർടേക്ക് ചെയ്യുമ്പോൾ കണ്ണാടി നോക്കുകയും പിന്നിലുള്ള വാഹനങ്ങൾക്ക് സിഗ്നൽ നൽകാനും മറക്കരുത്. ഈ രീതിയിൽ ലൈൻ ട്രാഫിക് ഒക്കെ കൃത്യമായി പാലിച്ചാൽ അപകടങ്ങളും കുറയ്ക്കാനാകും. ആറുവരിപ്പാത പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മിക്ക ആളുകൾക്കും സ്പീഡ് ട്രാക്കുകളിൽ വാഹനം ഓടിക്കാനുള്ള അറിവില്ലായ്മയാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. 2 വരി 3 വരി പാതകളിൽ നിന്നും 6 വരി പാതയിലേക്ക് മാറിയപ്പോൾ വിശാലമായ റോഡ് കണ്ട് അമിത വേഗതയിലും അശ്രദ്ധമായും നിയമങ്ങൾ പാലിക്കാതെയുമുള്ള ഡ്രൈവിംഗ് ആണ് ഇതിനു കാരണമാകുന്നത്. അതിനാൽ തന്നെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ എല്ലാ നിയമങ്ങളും പാലിച്ച് വാഹനം ഓടിക്കുക. കൂടെ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാനുള്ളതാണ് ഈ സൗകര്യങ്ങൾ എല്ലാം എന്ന് ഓർക്കുക.